എങ്ങനെയൊക്കെയാണ് അന്തിമ പോളിംഗ് എന്നാണ് ഈ മണിക്കൂറിൽ നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ വട്ടത്തെയും ഇക്കുറിയെയും ഉണ്ടായ പോളിംഗ് ശതമാനത്തിന് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആർക്കൊക്കെ ആകും ഗുണം ചെയ്യുക? ഒപ്പം തന്നെ UDFന്റെ ഇന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ഒക്കെ വന്നിട്ടുണ്ട്. നോക്കാം എങ്ങനെയാണ് മുന്നണികളുടെ കൂട്ടിക്കിഴിക്കലുകളെന്ന്. ആദ്യം നമ്മൾ പോകുന്നത് ഈ നിലമ്പൂരിൽ UDFന്റെ പ്രതീക്ഷയിൽ നിന്നും തുടങ്ങാം. നമുക്ക് UDF നിലവിൽ പ്രതീക്ഷ വയ്ക്കുന്നത് 15,000 വരെയുള്ള ഭൂരിപക്ഷം ലഭിച്ചേക്കും എന്നതാണ് UDFന്റെ പ്രതീക്ഷ. ഒപ്പം വഴിക്കടവ്, മൂത്തേടം, എടക്കര, പോത്തുകല്ല്, കരുളായി ഇങ്ങനെ 6 ഇടങ്ങളിൽ വ്യക്തമായൊരു ലീഡ് ആര്യാടൻ ഷൗക്കത്തിന് ലഭിക്കുമെന്നും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, പോത്തുകൽ, കരുളായി തുടങ്ങിയ സ്ഥലങ്ങളിലും ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നഗരസഭയിൽ ഒപ്പത്തിനൊപ്പം എത്തും. ഒപ്പം ഭരണവിരുദ്ധ വികാരം അത് വോട്ട് വർദ്ധിപ്പിക്കുമെന്നും UDF ക്യാമ്പ് കരുതുന്നുണ്ട്. യുവ വോട്ടർമാരെ അനുകൂലമാക്കാൻ സാധിച്ചു എന്നൊരു വിലയിരുത്തൽ കൂടി ഉണ്ട് UDF ക്യാമ്പിന്. അങ്ങനെയാണ് UDF ക്യാമ്പിന്റെ പൊതുവെയുള്ള പ്രതീക്ഷകൾ. ഇനി നമ്മൾ നേരെ UDFിൽ നിന്ന് LDFിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് LDF ക്യാമ്പിന്റെ പ്രതീക്ഷകളെന്ന് നോക്കാം. ഈ പറഞ്ഞതുപോലെ 3 പഞ്ചായത്തിലും നഗരസഭയിലും വ്യക്തമായ ലീഡ് ഉണ്ടാകുമെന്ന് ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് പോത്തുകല്ല്, കരുളായി, അമരമ്പലം എന്നിവിടങ്ങളിൽ ലീഡ് ഉറപ്പിച്ചു പറയുകയാണ് ഇടതുമുന്നണി. UDFിലെ അസംതൃപ്തരുടെ വോട്ട് LDFന്റെ പെട്ടിയിൽ വീഴും. അതുപോലെ അൻവർ അപഹരിക്കുക UDFന്റെ വോട്ടുകളാകും എന്നും ഇടത് ക്യാമ്പ് കണക്ക് കൂട്ടുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ചിട്ടയായ പ്രവർത്തനം അത് വോട്ടായി മാറും എന്നൊരു പ്രതീക്ഷ കൂടി പങ്കുവയ്ക്കുന്നുണ്ട് ഇടതു ക്യാമ്പ്. ഇനി നമ്മൾ നേരെ നോക്കുന്നത് PV അൻവറിന്റെ കാര്യമാണ്. എങ്ങനെയാണ് PV അൻവറിന്റെ ക്യാമ്പ് അവരുടെ പ്രതീക്ഷ എന്നുള്ളത്? നമ്മൾ ഈ പറയുന്ന പോലെ പരമാവധി 15,000 വോട്ട് വരെ ലഭിക്കുമെന്ന് PV അൻവർ പറയുന്നു. ഇടത് വലത് മുന്നണികളുടെ വോട്ട് കൂടി തന്റെ പെട്ടിയിൽ വീഴുമെന്നും PV അൻവർ കരുതുന്നുണ്ട്. ഇനി BJPയുടെ പ്രതീക്ഷയും നോക്കാം. കഴിഞ്ഞ തവണത്തെ വോട്ട് കിട്ടുമോ എന്നൊരു ആശങ്ക BJPക്ക് ഉണ്ടെങ്കിലും യുവാക്കളുടെ വോട്ട് കിട്ടിയേക്കാം എന്നൊരു വിശ്വാസം BJP ക്യാമ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം SDPIക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ് നിലമ്പൂർ എന്ന്. അപ്പോൾ SDPI പറയുന്നുണ്ട് അവരൊരു 5,000 വോട്ട് വരെ പിടിക്കുമെന്നൊരു പ്രതീക്ഷ SDPIയും പങ്കുവയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരെ നോക്കാൻ പോയപ്പോൾ ഇതൊക്കെയാണ് UDFന്റെയും LDFന്റെയും PV അൻവറിന്റെയും ഒക്കെ നിലവിലെ പ്രതീക്ഷകളും കണക്കുകൂട്ടലും കാര്യങ്ങളും ഒക്കെ. പ്രതീക്ഷകൾ ഇങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഗ്രാഫിലേക്ക് പോകാം. ഈ ഗ്രാഫ് പറഞ്ഞു തരും ഇതുവരെയുള്ള നിലമ്പൂർ എങ്ങനെയാണെന്ന്. നോക്കൂ, നമുക്ക് 1987 മുതൽ 2025 വരെയുള്ള ഗ്രാഫാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിലൂടെ കാണുന്നത്. ഇതിൽ 87-ൽ 83.15, 91-ലേക്ക് വരുമ്പോൾ 74.82%, 2001-ൽ അത് 75.58%, 2006-ൽ 80.05%, 2011-ൽ 77.94%, 2016-ൽ 78.83%, 2021-ൽ 78.6%. ഈ 2024 ഇതാണ് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടി വരുന്നതാണ്. അത് 74.35%. 2025-ൽ ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പിൽ 75.27%. ഇങ്ങനെയാണ് ഒരു പോളിംഗ് കണക്ക് നമ്മൾ 1987 മുതൽ 2025 വരെ നോക്കുമ്പോൾ കാണുന്നത്. ഈ ഗ്രാഫ് കണ്ട സ്ഥിതിക്ക് ഇനി നമുക്ക് 2021-ലെയും 2025-ലെയും ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് വഴിക്കടവ്, മൂത്തേടം, എടക്കര, പോത്തുകല്ല്, അതേപോലെ നിലമ്പൂർ നഗരസഭയൊക്കെ നോക്കാം. ഈ 2021-ലും അതുപോലെ 2025-ലുമുള്ള കണക്കുകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇതിൽ ഈ 75.27% ടോട്ടൽ പോളിംഗ് പെർസെൻറ്റേജ്. 2021-ലേക്ക് വരുമ്പോൾ നിലമ്പൂർ നഗരസഭയിൽ 78.80%. 2025-ൽ അത് 74.65%. അതായത് നിലമ്പൂർ നഗരസഭയിൽ 2021-നെ അപേക്ഷിച്ച് 2025-ൽ വരുമ്പോൾ കൂടുതൽ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. തൊട്ടു താഴെ വഴിക്കടവിലേക്ക് വന്നാൽ 75.50%. 2025-ൽ അത് 73.64%. അതായത് 2021-ൽ നിന്നും 2025-ലേക്ക് വരുമ്പോൾ ചെറിയ നേരിയ കുറവ് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. കരുളായിൽ 2021-ൽ 77.16% പോളിംഗ് ഉണ്ടായത്. 2025-ൽ അത് 76.89%. ചെറിയൊരു ശതമാനം കൂടുതൽ ഉണ്ടായത് 2021-ലാണ്. പോത്തുകല്ലിലേക്ക് വന്നാൽ 74.94% പോത്തുകല്ലിൽ 2021-ൽ. അത് 2025 ആകുമ്പോഴേക്കും പോത്തുകല്ലിലെ
പോളിംഗ് പെർസെൻറ്റേജ് 76.39% കൂടുതലാണ് 2021 അപേക്ഷിച്ച്. ഇനി നേരെ പോകുന്ന നിലമ്പൂർ നഗരസഭ, വഴിക്കടവ്, കരുളായി, പോത്തുകല്ല് പരിശോധിച്ചെങ്കിൽ ഇനി മൂത്തേടത്ത് 76.17% 2021. 2025 വരുമ്പോൾ അത് 74.99% എടക്കരയിൽ 74.18 2021. അത് ഇക്കുറി 73.98%. അതായത് എടക്കരയും മൂത്തേടവും 2021 കുറവ് പോളിംഗ് ആണ് ഇക്കുറി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഇതാണ് 2021 2025 ഒരു കണക്ക്. ഈ ടോട്ടൽ ഭൂരിപക്ഷം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി നമ്മൾ ഈ കാണുന്ന ഈ കാർഡ് ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടാണ്. ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പ്രകാരമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ നമുക്കറിയാവുന്ന പോലെ ത്രികോണ മത്സരമാണ് നിലമ്പൂരിൽ നടന്നത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് ഈ കാണുന്ന പോലെ വഴിക്കടവ്, മൂത്തേടം, എടക്കര, ചുങ്കത്തറ, പോത്തുകല്ല് പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം ലഭിക്കും എന്നാണ് ഈ നിലവിലെ വിലയിരുത്തൽ. അവിടെ കിട്ടുന്ന ഒരു ഓഡ് ഷെയർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. വഴിക്കടവിൽ 3500, മൂത്തേടത്ത് 3000, എടക്കരയിൽ 2000, ചുങ്കത്തറയിൽ 2500, പോത്തുകല്ലിൽ 1500, കരുളായിൽ 1000, അമരമ്പലം 1500, നിലമ്പൂർ നഗരസഭയിൽ 2500. അങ്ങനെ 12500 വോട്ട് ലഭിക്കുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ വരുന്നത്.